മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാനുള്ള ഒരു സന്ദേശം. I will be reading the English message sent to me through WhatsApp by a responsible Indian Institute of Scientific Heritage coordinator. The title starts like this: Are you a secularist? നിങ്ങളൊരു മതേതരത്വവാദിയാണോ? This message is produced in WhatsApp without any prejudice. That is the subtitle of the title. Please answer these questions. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. There are nearly 52 Muslim countries. Show one Muslim country which provides Hajj subsidy. 52 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നുണ്ടോ? ഭാരതം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഷോ വൺ മുസ്ലിം കൺട്രി വെയർ ഹിന്ദുസ് ആർ എക്സ്റ്റെൻഡഡ് ദ സ്പെഷ്യൽ റൈറ്റ്സ് ദാറ്റ് മുസ്ലിംസ് ആർ അക്കോർഡഡ് ഇൻ ഇന്ത്യ. ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ന്യൂനപക്ഷ അവകാശം പോലെ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിൽ ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ അവകാശം കൊടുത്തിട്ടുണ്ടോ? ഷോ വൺ കൺട്രി വെയർ 85% മെജോറിറ്റി ക്രേവ്സ് ഫോർ ദ ഇൻ്റലിജൻസ് ഓഫ് ദ 15% മൈനോറിറ്റി. 85% ഭൂരിപക്ഷ ജനങ്ങളുള്ള ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ 15% ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന പോലെ വേറെ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിൽ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ അവരുടെ മുമ്പിൽ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശവും ധാർഷ്ട്യവും കാണിക്കുന്നത് ഏതെങ്കിലും രാജ്യത്തിലുണ്ടോ? Show one Muslim country which has a non-Muslim as its president or prime minister. ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിൽ മുസ്ലിം അല്ലാത്ത പ്രധാനമന്ത്രിയോ മുസ്ലിം അല്ലാത്ത പ്രസിഡന്റോ ഉള്ളതായിട്ടൊന്ന് കാണിക്കാൻ സാധിക്കുമോ? Show one mullah or maulavi who has declared a fatwa against terrorist. തീവ്രവാദികൾക്കെതിരെ ഒരു ഫത്വ ഇറക്കിയ ഏതെങ്കിലും മുള്ളയോ മൗലവിയെയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? Hindu majority Maharashtra, Bihar, Kerala, Pondicherry, etc. have in the past elected Muslims as chief ministers. Can you ever imagine a Hindu becoming the CM of a Muslim majority Jammu and Kashmir? ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നിട്ട് മുസ്ലിങ്ങൾ ചീഫ് മിനിസ്റ്ററും എല്ലാം ആയത് കാണാം. ജമ്മു കാശ്മീരിൽ എന്തെങ്കിലും ഒരു ഹിന്ദു മുഖ്യമന്ത്രി ആയതായിട്ട് കാണിക്കാൻ സാധിക്കുമോ? In 1947, when India was partitioned, the Hindu population in Pakistan was 24%. Today, it is not even 1%. In 1947, the Hindu population in East Pakistan, Bangladesh, was 30%. Today, it is less than 7%. 1947 പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം 24%. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ എണ്ണം 30%. ഇപ്പോൾ പാകിസ്ഥാനിൽ 1% താഴെ ഹിന്ദുക്കളും ബംഗ്ലാദേശിൽ 7% താഴെ മുസ്ലിം ഹിന്ദുക്കളും മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുക. What happened to the missing Hindus? Do Hindus have human rights? അവിടെ ഇല്ലാതെയായ ഹിന്ദുക്കൾക്ക് എന്താണ് സംഭവിച്ചത്? ഹിന്ദുക്കൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശമൊന്നും ബാധകമല്ലേ? In contrast, in India, Muslim population has gone up from 10.4% in 1951 to about 14% today. 10.4% 1951 ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ 14% കൂടുതലുണ്ട്. Whereas Hindu population has come down from 87% in 1951 to 85%. In 1991, ഹിന്ദുക്കളുടെ ജനസംഖ്യ കാര്യമായി 87.2 നിന്ന് 85 കുറയുന്നു 1991. Do you still think that Hindus are fundamentalist? ഇപ്പോഴും നിങ്ങൾ ഹിന്ദുക്കൾ മതമൗലികവാദികളാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? In India today, Hindus are 85%. If Hindus are intolerant, how come masjid and madrasa are thriving? 85% ഹിന്ദുക്കൾ അസഹിഷ്ണുതയുള്ളവരാണെങ്കിൽ ഇവിടെ മസ്ജിദ് മദ്രസയും എങ്ങനെയാണ് ഇത്രയും തളച്ചു വളരുന്നത്? How come Muslims are offering namas on the road? എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് നടു റോട്ടിൽ നമസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത് ഹിന്ദുക്കൾ അസഹിഷ്ണുതയുള്ളവരാണെങ്കിൽ? How come Muslims are proclaiming 5 times a day on loudspeakers that there is no God
എക്സെപ്റ്റ് അള്ളാഹ്. എങ്ങനെയാണ് ഭാരതത്തിലെ 5 പ്രാവശ്യം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലെന്ന് മൈക്കിലൂടെ വിളിച്ച് ഓതുന്നത് ഹിന്ദുക്കൾ അസഹിഷ്ണുതയുള്ളവരാണെങ്കിൽ, when Hindus gave to Muslim 30% of Bharat for a song, why should Hindus now beg for their sacred places at Ayodhya, Mathura and Kashi? ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ 30% മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടും ഈ ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള അയോധ്യയും മധുരയും കാശിക്കും വേണ്ടി മുസ്ലിങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് യാചിക്കേണ്ടി വരുന്നു? Why Gandhiji objected to the decision of the cabinet and insisted that Somanath temple should be reconstructed out of the public fund, not government funds? എന്തുകൊണ്ട് മഹാത്മാഗാന്ധി സോമനാഥ ക്ഷേത്രം പബ്ലിക് ഫണ്ട് കൊണ്ട് ഉണ്ടാക്കണം, ഗവൺമെന്റ് ഫണ്ട് കൊണ്ട് ഉണ്ടാക്കരുതെന്ന് പ്രഖ്യാപിച്ചു? ഗവൺമെന്റ് ഫണ്ട്സ്. when in January 1948 he pressurized Nehru and Patel to carry on renovation of the mosques of Delhi at government expenses. അതേ മഹാത്മാഗാന്ധി ഡൽഹിയിലുള്ള മസ്ജിദുകളും അതേപോലെ മോസ്കുകളുമെല്ലാം ഗവൺമെന്റ് ചെലവിൽ റിനോവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഗാന്ധിജി സോമനാഥ ക്ഷേത്രം ഹിന്ദുക്കളുടെ ചെലവിൽ ഗവൺമെന്റ് ചെലവല്ലാതെ പുനർനിർമ്മിക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? വൈ ഗാന്ധി സപ്പോർട്ടഡ് ഖിലാഫത്ത് മൂവ്മെന്റ്? എന്തുകൊണ്ട് ഗാന്ധിജി മുസ്ലിങ്ങളുടെ ഖിലാഫത്ത് മൂവ്മെന്റ് സപ്പോർട്ട് ചെയ്തു? നത്തിങ് ടു ഡു വിത്ത് അവർ ഫ്രീഡം. ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതിനെ എന്തിന് സപ്പോർട്ട് ചെയ്തു? If Muslims and Christians are minorities in Maharashtra, UP, Bihar, etc., why are Hindus not minorities in Jammu, Kashmir, Mizoram, Nagaland, Arunachal Pradesh, Meghalaya? Why are Hindus denied minority right in these states? ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മൈനോറിറ്റി ആയി സ്ഥിതിക്ക് അവർക്ക് ന്യൂനപക്ഷാവകാശമുണ്ട്. അതേ സമയത്ത് ഹിന്ദുക്കൾ മൈനോറിറ്റിയായ ന്യൂനപക്ഷമായ ജമ്മു കാശ്മീരിലും മിസോറാമിലും നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും മേഘാലയയിലും എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷാവകാശമില്ല? when Hajj pilgrims are given subsidy, why Hindu pilgrims not Amarnath? Hindu pilgrims to Amarnath, Sabarimala and Kailas Manasovar are taxed. ഹജ്ജിന് മുസ്ലിങ്ങൾക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ അമർനാഥിലേക്കും ശബരിമലയിലേക്കും കൈലാസത്തിലേക്കും മാനസരോവറിലേക്കും പോകുന്ന ഹിന്ദുക്കൾക്ക് മാത്രം എന്തുകൊണ്ട് പ്രത്യേക ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നു? പ്രത്യേകിച്ചും യാത്രാവേളയിലെ ടിക്കറ്റിന് എല്ലാം. when Christian and Muslim schools can teach Bible and Quran, why Hindus cannot teach Gita or Ramayana? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ബൈബിളും ഖുറാനും പഠിപ്പിക്കാം, എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് രാമായണവും ഭഗവത്ഗീതയും പഠിപ്പിച്ചുകൂടാ? ഡു യു അഡ്മിറ്റ് ദാറ്റ് ഹിന്ദുസ് ഡു ഹാവ് പ്രോബ്ലംസ് ആൻഡ് ദാറ്റ് നീഡ് ടു ബി റെക്കഗ്നൈസ്ഡ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഹിന്ദുക്കൾക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന്? ഓർ ഡു യു തിങ്ക് ദാറ്റ് ദോസ് ഹു കോൾ ദംസെൽസ് ഹിന്ദുസ് ആർ ദംസെൽസ് ദ പ്രോബ്ലം? ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് മറ്റു പാർട്ടിയിലുള്ളവർ തന്നെയാണ് ഹിന്ദുക്കൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വൈ പോസ്റ്റ് ഗോത്ര ഈസ് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ when no one talks of the ethnic cleanings of 4 lakh Hindus from Kashmir? 4 ലക്ഷം ഹിന്ദുക്കളെ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്ത ജമ്മു കാശ്മീരിലെയും അത്രയും സിഖുകാരെ ഉന്മൂലനം ചെയ്ത ഡൽഹിയിലെയും ആ ദഹിപ്പിക്കലിനെ കുറിച്ച് ആരും പറയുന്നില്ല. ഗോത്രയെ കുറിച്ച് മാത്രം ഇത്രയും ഉറക്കെ പറയാൻ കാരണം എന്താണ്? when uniform is made compulsory for school children, why there is no uniform civil code for citizens? എല്ലാ സ്കൂളിലും യൂണിഫോം കമ്പൽസറി ആയ സ്ഥിതിക്ക് യൂണിഫോം സിവിൽ കോഡ് എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു? in what way Jammu and Kashmir is different from Maharashtra, Tamil Nadu or Uttar Pradesh to have Article 370? മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലെയുള്ള അവകാശം ജമ്മു കാശ്മീരിന് കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ജമ്മു കാശ്മീരിന് മാത്രം ഒരു പ്രത്യേക അവകാശം കൊടുത്തു? അബ്ദുൾ റഹ്മാൻ ആന്തുലെ വാസ് മെയ്ഡ് എ ട്രസ്റ്റി ഓഫ് ദ ഫേമസ് സിദ്ധി വിനായക് ടെമ്പിൾ ഓഫ് പ്രഭാദേവി മുംബൈ. ക്യാൻ എ ഹിന്ദു സേ മുലായം ഓർ ലാലു എവർ ബിക്കം എ ട്രസ്റ്റി ഓഫ് എ മസ്ജിദ് ഓർ മദ്രസ? ഇവിടെ സിദ്ധി വിനായക ക്ഷേത്രം ബോംബെയിലെ അതിൻ്റെ ട്രസ്റ്റി ആയിട്ട് അബ്ദുൾ റഹ്മാൻ ആന്തുലയെ AR ആന്തുലയെ ഹിന്ദുക്കൾ തിരഞ്ഞെടുത്തു. പക്ഷേ
ഏതെങ്കിലും ഹിന്ദു ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ ട്രസ്റ്റി ആയിട്ട് ഇരുന്നിട്ടുണ്ടോ? ഹിന്ദുയിസം നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് prepared by or for any political party or group. These are the observations and the thousands of thoughts of a citizen of India. ഇത് ഒരു ഭാരതത്തിൻ്റെ പൗരൻ്റെ ശബ്ദം മാത്രമാണെന്ന് എടുക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ മതത്തിനോ വേണ്ടി എഴുതിയതല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വാട്സപ്പ് അയച്ചു തന്നിരിക്കുന്നത്. This is not meant for a political party or a particular group or a particular caste or a particular religion. This is only one individual's thoughts. That is what is told at the bottom of the WhatsApp message sent to me. Thank you very much. I wish you will be spreading this audio throughout the world. My pranams to you.